നെറ്റിയിൽ മാത്രം ചെറിയ ചെറിയ കുരുക്കൾ വരാറുണ്ട്. ഫോർഹെഡ് ആക്നെ എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് സാധാരണ ഒരു മുക്കുരുവായിട്ട് കരുതി അവഗണിക്കരുത്. ഇത് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു പ്രശ്നത്തിന്റെ സൂചനയായിരിക്കാം. ഫോർഹെഡ് ആക്നെ എന്താണ് അതിന്റെ ലക്ഷണങ്ങൾ, എന്തുകൊണ്ടാണ് ഇത് വരുന്നത്, ഇതെങ്ങനെ കുറയ്ക്കാം എന്ന് വിശദമായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. നെറ്റിയിൽ വരുന്ന ചെറിയ ചെറിയ കുരുക്കൾ, വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, ചുവന്ന മൂക്കുരുകൾ, അതേപോലെ ചൊറിച്ചിലോട് കൂടിയ ചെറിയ ബംസ് എന്നിവയെ ഫോർഹെഡ് ആക്നെ എന്ന് വിളിക്കാം. പലരും ഇത് സാധാരണ മൂക്കുരു എന്ന് കരുതി ട്രീറ്റ്മെന്റ് തുടങ്ങും. പക്ഷേ ഇത് ചിലപ്പോൾ സ്കാൽപ്പ്, സ്കിന്ന്, ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്, അതുപോലെ ശരീരത്തിന് ഇംബാലൻസിന്റെ ഒരു സൂചന നൽകുന്നുണ്ടാകാം. ഫോർഹെഡ് ആക്നയുടെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള എണ്ണമയമാണ്. നെറ്റി നമ്മുടെ ടീ സോണിലാണ്. അപ്പൊ ആ ഏരിയയിൽ സെബേഷ്യസ് ഗ്ലാൻസ് കൂടുതലാണ്. ഇത് അമിതമായിട്ടുള്ള സെബവും ഡ്രൈ സ്കിൻ സെൽസും ചേർന്ന് പോഴ്സ് അടയുകയും ഫോർഹെഡ് ആക്നെയും ഉണ്ടാകാം. മറ്റൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൽപ്പ് ഹെൽത്ത് ആണ്. താരൻ, സ്കാൽപ്പ് ഇറിറ്റേഷൻ, സ്കാൽപ്പ് ഓയിൽനെസ്, ഫ്ലേക്സ് എന്നിവ കൂടുതലായിട്ടുള്ളവരിൽ ഫോർഹെഡ് ആക്നെയും കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെയും മൂക്കൊരു വരികയാണെങ്കിൽ സ്കാൽപ്പിന്റെ ഹെൽത്ത് പരിശോധിക്കാനാണ്. പ്രത്യേകിച്ച് നെറ്റിയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ചെറിയ ചെറിയ മൂക്കുരു വരികയാണെങ്കിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് ശ്രദ്ധിക്കേണ്ട പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഹെയർ പ്രൊഡക്ട്സുകളാണ്. അതായത് ഹെയർ ജെല്ല്, ഹെയർ വാക്സ്, ഹെയർ ക്രീം, ഹെയർ സെറം ഒക്കെ ഉപയോഗിക്കുമ്പോൾ നെറ്റിലേക്ക് പടരുകയോ ഹെയർ ലൈനിന്റെ ഭാഗത്തായിട്ട് അടിഞ്ഞു കൂടുകയോ ചെയ്യുകയാണെങ്കിൽ ആക്നെ കൂടുതലായിട്ട് ഉണ്ടാവും. അപ്പൊ നമ്മുടെ സ്കിന്നിനും സ്കാൽപ്പിനും ഒക്കെ അനുയോജ്യമായിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ് തിരഞ്ഞെടുക്കുകയും അത് കൃത്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നത് പ്രധാനമാണ്. വിയർപ്പും ഫ്രിക്ഷനൊക്കെ മറ്റൊരു പ്രധാന കാരണമാണ്. ഹെൽമെറ്റ്, ക്യാപ്പ്, സ്കാർഫ്, ഹിജാബ് എന്നിവ സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ വിയർപ്പ് അടിഞ്ഞുകൂടുകയും പോർസ് അടയാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വ്യായാമത്തിന് ശേഷമോ അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കുന്നവരിലോ ഇത് കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ഒരു ഘടകം. ഉറക്കക്കുറവ്, സ്ട്രെസ്, പ്രോസസ്ഡ് ഫുഡ്സ്, അമിതമായി മധുരപലഹാരങ്ങൾ, ക്രമരഹിതമായ ആഹാര രീതികൾ, ഇതൊക്കെ ആക്നെ ഫ്ലെയർസ് കൂട്ടാൻ സഹായിക്കും. അപ്പോൾ മൂക്കുരു കുറയ്ക്കാൻ എന്ത് ചെയ്യണം? സ്കാൽപ്പ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവ പരിഹരിക്കുക. ഹെയർ കെയർ പ്രൊഡക്ട്സ് നെറ്റിയിലേക്ക് പറ്റാതിരിക്കാൻ നോക്കുക. അതേപോലെ ഹെൽമെറ്റ് ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുക. വിയർത്ത ശേഷം മുഖം കഴിയുന്ന വൃത്തിയാക്കി സൂക്ഷിക്കുക. ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്, ഉറക്കം കുറവ്, ആഹാര രീതിയൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം. പിന്നെ മുഖക്കുരു പൊട്ടിക്കുകയോ അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് തൊടുകയോ ചെയ്യാതിരിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ഫോർഹെഡ് ആക്നെ വീണ്ടും വരികയാണെങ്കിൽ കുരുവിന് മാത്രം ട്രീറ്റ്മെന്റ് എടുക്കാതെ അതിന് കാരണം കണ്ടെത്തുക. ശരിയായ ചികിത്സ ഇത് കുറയ്ക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് ഫോർഹെഡ് ആക്നെ ഉണ്ടോ? എത്ര കാലമായിട്ടുണ്ട്? കമന്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർ അറിവുകൾക്കായിട്ട് ഷെയർ ചെയ്യുക. ചിൻ ആക്നെ, ചീക്ക് ആക്നെ, ഹോർമോണൽ ആക്നെ, അതിന് ആക്നെ മാസ്കിനെ കുറിച്ചുള്ള വീഡിയോകൾ വരുന്നുണ്ട്. ആ വീഡിയോസ് കാണാനായിട്ട് ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുക.